അയ്യോ, സമയം പോലും അറിഞ്ഞില്ലല്ലോ. മാജിക് പിക്സലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതെന്തൊരു കട്ടകൾ നോക്കല്ലേ? ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയല്ലോ. നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാർഡ്ബോർഡ്, ചാർട്ട് പേപ്പർ വേണം, പശ വേണം, കട്ടർ വേണം, പേന വേണം, ക്ലോക്കിൻ്റെ മെഷീൻ വേണം, സ്കെയില് വേണം, ബാറ്ററി വേണം, പിന്നെ നമ്പർ വേണം. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. 12 സെൻറ്റിമീറ്റർ വീതിയിൽ കാർഡ്ബോർഡിന് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. കാർഡ്ബോർഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഷേപ്പിൽ നമുക്കൊന്ന് മടക്കിയെടുക്കണം. ഇപ്പം ഞാൻ ഇതിൻ്റെ സൈസ് എടുത്തിരിക്കുന്നത് 16 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കണം. അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് ഫെവിക്കോൾ കൊണ്ട് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കണം. അപ്പം ഞാൻ ഫെവിക്കോൾ നല്ല രീതിയിൽ തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കണം. നല്ല രീതിയിൽ ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം. അപ്പൊ ഇത് നല്ലപോലെ ഒട്ടിയിട്ടുണ്ട്. ഇത് കോൺ ഷേപ്പ് ആയിട്ടുണ്ട്. ഇതൊട്ടി നല്ലപോലെ നന്നായിട്ട് ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് ഇതൊന്ന് ഭംഗിയാക്കി എടുക്കണം. അപ്പൊ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കണം. അപ്പം ഇത് നല്ല ഭംഗിയായിട്ട് പശയൊക്കെ തേച്ച് ഒട്ടിക്കണം, അല്ലെങ്കിൽ അഴുക്കായിപ്പോവും. അപ്പം ഇത് ഒട്ടിച്ച് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നല്ല രീതിയിൽ. അപ്പം ഞാൻ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തേക്കുന്നത് പറയാം. ഇവിടെ ബാറ്ററി ഒക്കെ ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് എളുപ്പം ഇങ്ങനെ തുറന്നിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക്. അപ്പം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇടമുണ്ട്. അതിൽ നിന്നായിട്ട് നമുക്ക് കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇതുവരെ ഒരു മാർക്ക് ചെയ്യുക.
ഇപ്പോൾ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പേന കൊണ്ട് തന്നെയാണ് ഇടുന്നത്. ഇപ്പം ഇതിൻ്റെ ഹോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മെഷീൻ ഇതിൽ പിടിപ്പിക്കുകയാണ്. ഇപ്പം നമുക്ക് ഏത് പശ കൊണ്ട് ഒട്ടിക്കാന്ന് പറഞ്ഞാൽ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് ഒട്ടിക്കാം, ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗൺ ഒട്ടിക്കാം. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഡബിൾ സൈഡ് ടേപ്പാണ്. ഇനി നമുക്ക് ആദ്യം മെഷീനിൽ ഡബിൾ സൈഡ് ടേപ്പ് ഇതിൽ ഇങ്ങനെ ആക്കി വെക്കുക, ഒട്ടിക്കുക. നല്ലപോലെ കീഴെടുക്കുക. അപ്പം ഞാൻ മെഷീൻ ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്തോന്ന് നോക്കാം. അടുത്ത നമുക്ക് നമ്പർ ഒട്ടിച്ചെടുക്കണം. ഇത് ഞാനിപ്പോൾ ഒരു പഴയ കലണ്ടറിൽ നിന്ന് എടുത്താണ്. നമ്മുടെ കോളേജിൽ നിന്ന് കൊണ്ടുവന്ന കലണ്ടറാണ്. അതിപ്പോൾ പഴയതായപ്പോൾ അതൊന്ന് നമ്പർ എഴുതിയെടുത്ത. ഞാൻ നമ്പറൊക്കെ ഒട്ടിച്ച് നല്ല റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചാർട്ട് പേപ്പറിൽ നിന്ന് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്വശം ഇങ്ങനെ അടച്ചിട്ടുമുണ്ട്. അത് നമ്മുടെ ഈ ക്ലോക്കിൻ്റെ പുറകുവശത്ത് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ പെൻ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാവുന്നതായിരിക്കും. ഇപ്പം നമ്മൾ പെൻ ഹോൾഡറൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പം അടുത്ത പരിപാടി എന്തോ നമുക്ക് നോക്കാം. അടുത്ത പരിപാടി സൂചി ഫിറ്റ് ചെയ്യുകയാണ്. സൂചിയൊക്കെ ഇട്ട് ഇപ്പോൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ബാറ്ററി ഇട്ട് നോക്കണ്ടേ, കറങ്ങില്ല നോക്കണ്ടേ. അപ്പം നമുക്ക് ബാറ്ററി ഇടാം. കൊട്ടക്കായപാട്ട് കറങ്ങുന്നുണ്ട്. പിന്നെ ക്ലോക്ക് അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റഡി ടേബിളിൽ വെച്ച് പേനയൊക്കെ സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഈ കുഞ്ഞു ക്ലോക്ക്. നമ്മുടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴത്തെ ബെൽ ബട്ടനെ കൂടെ ഒന്ന് അമർത്തിയേക്കണം. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ആദിത്യ ചേരാൻ സൈനിങ് ഔട്ട്. ബൈ.